ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ എങ്ങനെ ക്ലീനായിട്ട് വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അന്നേരം ഇത് ഒരു 5 രൂപയുടെ ഒരു ഇനോയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഇനോ നമുക്ക് സിങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒരു നനവുണ്ടായിരിക്കണം നമ്മുടെ സിങ്കിന് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷോ പാത്രം വിളക്കുന്ന ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഹാൻഡ് വാഷ് ഉള്ളതുകൊണ്ട് അത് ഇട്ടു. അന്നേരം നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച്, ഒരുപാട് ഉരയ്ക്കേണ്ട കാര്യമില്ല, നമുക്കൊന്ന് തേച്ച് ഒന്ന് വെച്ചിരുന്നാൽ മതി. അന്നേരം അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഉപ്പും അല്ലാതെ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്തതിനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും നല്ല പെട്ടെന്ന് വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇനോ. അന്നേരം നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഒരുപാട് ടൊരയ്ക്കൊന്നും വേണ്ട. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം മിഴക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് ഒരു കാരണവശാൽ നമ്മളിത് ക്ലീൻ ചെയ്യല്ല, തേക്കല്ല. അന്നേരം നമുക്ക് അതിലെല്ലാം അങ്ങ് പോറൽ വേണ്ട, പിന്നെ അതിനുള്ളിലൊക്കെ അഴുക്ക് നിൽക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അന്നേരം മൈൽഡായിട്ടുള്ള ബ്രഷ്, ഒരുപാടൊന്നും ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനായിട്ട് നമുക്കൊരു ബ്രഷോ സ്ക്രബ്ബറോ എന്തെങ്കിലും മാറ്റി വെച്ചിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ മിഴക്കി കഴിഞ്ഞാലും ഉടനെ അത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്ലീനായിട്ട് വെക്കാൻ പറ്റും. കണ്ടോ, ഞാനിത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ അതാണ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ടോ ആ ഒരു മാറ്റം കണ്ടോ. അന്നേരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോഴും ദിവസം ചെയ്താൽ അത്രയും നല്ലതാണ്. ദിവസം ചെയ്യുവാണെങ്കിൽ ഈ ഒരു കവറ് ഇനോട് ആവശ്യമില്ല. നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ ആ ഭാഗവും എല്ലാം നമുക്ക് ടാപ്പൊക്കെ നന്നായിട്ട് ക്ലീനാകും. നിങ്ങൾക്ക് ആദ്യം കണ്ടതിനെക്കാട്ടി ഇപ്പം മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയിരിക്കുക, അടുക്കള എപ്പോഴും ക്ലീൻ ആക്കിയിരിക്കുക. പഴത്തൊലി അങ്ങനെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കല്ലാതെ പുറത്ത് കൊണ്ട് കളയണം. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. ഇതാ കണ്ടോ, നന്നായിട്ട് ഞാൻ ഒരുപാട് ഉരച്ചതും ഒന്നുമില്ല, എന്നാലും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഈച്ചയും ഒക്കെ ഒരുപാട് നമ്മുടെ അടുക്കളയിലൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ. അന്നേരം ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്, 2-3 കർപ്പൂരം. ഇത് വേണം നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് ആ ഒരു ഹാൻഡ് വാഷ് അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ കുക്ക് ചെയ്യൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് അവിടെ ആ കൗണ്ടർ ടോപ്പിലും ഗ്യാസിൻ്റെ അവിടെ ആ സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കൊണ്ട് അങ്ങനെ ഒന്നും ഈച്ചയും കൊതുക്കും അങ്ങനെയുള്ളതൊന്നും ഒരു പരിധി വരെ നമുക്ക് ഇതിനൊക്കെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാൻ പറ്റും. അടുക്കള എപ്പോഴും ക്ലീൻ ആക്കിയിരിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും തൂത്തും തുടച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ, പിന്നെ ആ ഒരു പഴങ്ങളുടെയൊക്കെ ആ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇത് വരും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അന്നേരം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാവരും കാണിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.